രാഹുൽ ഗാന്ധി ഉയർത്തിയ പിന്നീട് പ്രതിപക്ഷം ഏറ്റുപിടിച്ച വോട്ട് ചോരി വിവാദത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാത്തിരുന്ന മറുപടി വന്നു. വളരെ കൃത്യമായി തന്നെ രാഹുലിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി കമ്മീഷൻ. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തേണ്ട എന്ന് രാഹുലിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. അതിന് കോൺഗ്രസ് നൽകിയ മറുപടി, രാഹുൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കാര്യമായ വിശദീകരണം ഉണ്ടായില്ല എന്നാണ്. പക്ഷേ അപ്പോഴും കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തി. ഇന്ത്യയുടെ ജനാധിപത്യത്തെ, ഭരണഘടനയെ അപമാനിക്കലാണ് രാഹുൽ എന്ന് പറഞ്ഞ് കമ്മീഷൻ തങ്ങളുടെ വാദഗതികൾ അവതരിപ്പിച്ചു. ഒരുപക്ഷെ ആദ്യമായിരിക്കാം ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പരമോന്നത പദവിയിരിക്കുന്ന ആൾക്കെതിരെ ഇത്ര രൂക്ഷമായ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു. ബീഹാറിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ കേരളത്തിൽ തൃശ്ശൂരിലും ഈ വിഷയത്തിൽ ആരോപണം വന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഏതായാലും ബീഹാറിലെ SIRമായി ബന്ധപ്പെട്ട് കൃത്യമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ കമ്മീഷൻ ഈ വിഷയത്തിൽ യാതൊരു അന്വേഷണത്തിനും പ്രസക്തിയില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഇനി എന്തായിരിക്കും കോൺഗ്രസിൻ്റെ നീക്കം, രാഹുൽ ഗാന്ധിയുടെ നീക്കം? പ്രത്യേകിച്ചും രാഹുലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര ബീഹാറിൽ നടക്കുന്നതിനിടെ കാത്തിരുന്നു കാണാം.